ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണിത്. എന്നാൽ കുറേ പേർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കൂടിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഷോർട്സ് വീഡിയോ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഞാൻ ഇവിടെ ഒരു ഷോർട്സ് വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക പുതുതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ നിങ്ങൾ ഒരു ഷോർട്സ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതുതായി ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് Q&A എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന ഓപ്ഷൻ. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എല്ലാം നമുക്കിവിടെ ചോദിക്കാം. അതിനാൽ തന്നെ വ്യൂവേഴ്സിന് അതിനുള്ള ആൻസേഴ്സ് എല്ലാം നൽകാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ ഒരു ചിക്കൻ കറിയെക്കുറിച്ചുള്ള ഒരു ഷോർട്സ് എല്ലാമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായോ, ഇപ്രകാരമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഷോർട്സ് വീഡിയോയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ ഇപ്രകാരം ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ അവർക്ക് കൂടി കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ ഷോർട്സ് വീഡിയോസിനും ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കൊടുക്കുന്നത് ഇത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്രകാരം നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഷോർട്സ് വീഡിയോയുടെ കുറച്ച് ഭാഗമെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ ചില ഷോർട്സ് വീഡിയോസിന് നിങ്ങൾക്ക് ചില ആൻസേഴ്സ് എല്ലാം വേണ്ട ഷോർട്സ് വീഡിയോ ആണെങ്കിലെല്ലാം നിങ്ങൾക്ക് ഇപ്രകാരം ഈ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഈ പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്